പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതവേളയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാത നിമിഷം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ ധാരാളം പ്രിയപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചൊരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുക. ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയ സന്ദേശം തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കുകയാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ധാരാളം മെസ്സേജുകൾ, ധാരാളം പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കോറിയിട്ട ചില സന്ദേശങ്ങൾ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്കൊരു മനുഷ്യനെ പരിചയപ്പെടുവാൻ കഴിയും. അത് മറ്റാരുമല്ല, ദൈവസഭയെ ഉപദ്രവിച്ച, ദൈവസഭയ്ക്കെതിരെ അധികാരപത്രവുമായി യാത്ര ചെയ്ത ശൗലിനെ ദമാസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ ദൈവം പിടിക്കുകയാണ്. ദൈവത്താൽ, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട മനുഷ്യൻ താൻ നേർവീതിയിൽ യൂദ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അനന്യാസിനോട് രാത്രിയിലെ ദർശനത്തിൽ ഈ പൗലോസിൻ്റെ അഥവാ ഈ ശൗലിൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്, ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ പൗലോസിനെ ക്രിസ്തു പിടിക്കുന്നു, ഒരന്ധനാക്കി മാറ്റുന്നു, അവനെ ഒരു ദൈവഭക്തൻ്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്നാൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച പദം എന്ന് പറയുന്നത്, അതിൻ്റെ 15-16 വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9:15-16 കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി, അടുത്തൊരു പദം, എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവനെക്കുറിച്ചുള്ള നല്ല വാഗ്ദത്തങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഉള്ളിലെ ആഗ്രഹം അതാണ്. കഷ്ടത തിരഞ്ഞെടുക്കുവാനോ കഷ്ടത അനുഭവിപ്പാൻ താല്പര്യമുള്ളവരല്ല ഞാനും നിങ്ങളും. നമ്മളൊക്കെ സുഖലോലുപതയുടെ ആഢ്യത്തിൽ ഇങ്ങനെ കഴിയണം എന്നാഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. നമ്മളെല്ലാം കംഫർട്ട് സോണിലാണ്. എന്നാൽ ഈ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്ന സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കണം. അപ്പം അവൻ, പൗലോസ് അനുഭവിക്കേണ്ട കഷ്ടതയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ഒരു പ്രവചനം കൊടുത്തിട്ടാണ് അനന്യാസിനെ നേർവീതിയിലുള്ള യൂദയുടെ വീട്ടിലേക്ക് അയക്കുന്നത്. അനന്യാസ് അവിടെ ചെന്ന് ഈ ദൂത് പറഞ്ഞോ ഇല്ലയോ എന്നെനിക്കറിയില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്കും ഉറപ്പായി, ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതകൾ സഹിക്കുക എന്നുള്ളത് ഒരു വരമാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക കാലഘട്ടം നോക്കിയേ പോയ പോക്ക്, എല്ലാവർക്കും സൈക്കിളിൽ വരുന്നവന് വലിയ വാഹനങ്ങളിൽ പോകണമെന്ന ആഗ്രഹക്കാരാണ്. ഇവിടുത്തെ പോട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ അവരൊരു ശാപമായി കണക്കാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും കഷ്ടതയോ
ആപത്തോ വാളോ നഗ്നതയോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവയെല്ലാം ശാപത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിവിടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പ്ലാനുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ കഷ്ടത എന്ന കഠിനമായ ശോധനയിൽ കൂടെ യാനം ചെയ്യേണ്ടി വന്നാലും നിരാശപ്പെടരുത്. ആ കഷ്ടതയുടെ നടുവിൽ നമ്മെ ചിലത് പഠിപ്പിച്ച് ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആരോടായി പ്രഭാതത്തിലെ സന്ദേശം എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളെ ഒന്നും കൂടെ വചനത്തിൽ ഞാൻ ഉറപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, യാതനകളൊക്കെ അതിനൊരു അറുതി വരുത്തുവാൻ ദൈവത്തിന് കഴിയും പ്രിയരെ. ആകയാൽ പൗലോസിനെ പോലെ ജാതികളുടെ നടുവിലേക്ക്, ഇസ്രായേൽ മക്കളുടെ നടുവിലേക്ക്, അങ്ങനെയുള്ള പട്ടണങ്ങളുടെ നടുവിലേക്ക് ദൈവം ശൗലിനെ പൗലോസാക്കി മാറ്റി ഒരു സുവിശേഷത്തിൻ്റെ ശക്തനായ കരുത്തറ്റ പോരാളിയാക്കി മാറ്റിയതുപോലെ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ, കർത്താവേ, ശൗലിനെ ഒരു പൗലോസാക്കി മാറ്റി പൗലോസിനെ ശക്തമായി ദൈവസഭയുടെ ഒരു നാഴികക്കല്ലായി മാറ്റിയതുപോലെ എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കാം. യേശു ക്രിസ്തുവിൻ്റെ ധന്യവിലയേറിയതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമേൻ.